ബസ്സിലൊക്കെ കയറിയിരുന്ന് പെൺകുട്ടികളെ ഇങ്ങനെ സ്പർശിക്കുന്നവരുടെയോ അല്ലെങ്കിൽ അനുവാദമില്ലാതെ എന്തെങ്കിലും ചെയ്യുന്നവരോ സാധനം എടുത്ത് കാണിക്കുന്നവരുടെയൊക്കെ കയ്യിൽ ഒരു ബാഗ് അപ്പം വീഡിയോ എടുത്തു. ഇവിടെ സർവ്വസാധാരണമായിട്ട് നടക്കുന്നത് പോലെ തന്നെ മാത്രമേ ചിന്തിത ചെയ്തിട്ടുള്ളൂ, കൂടുതൽ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള വീഡിയോ എടുത്ത് എല്ലാവരും അടുത്ത് നെക്കോ തട്ടോ മുട്ടോ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യലാണ്. ഇവിടെ സർവ്വസാധാരണ ചെയ്യുന്ന കാര്യം മാത്രമേ ചിന്ത ചെയ്തിട്ടുള്ളൂ, അല്ലാതെ അതിനകത്ത് ആത്മഹത്യ പറയാൻ. ഹലോ സുഹൃത്തുക്കളെ, അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു സിനിമാറ്റിക് റിയാലിറ്റി ഷോയെ കുറിച്ചാണ്. നായിക നമ്മുടെ ഷിഞ്ചിതയും വില്ലൻ സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ദീപക് എന്ന ഒരു പാവം പയ്യനും. പക്ഷെ ക്ലൈമാക്സ് എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? നായിക ജയിലിലും പിന്നെ ദീപക് എന്ന് പറയുന്ന ആ പാവം പയ്യനുണ്ടല്ലോ, അയാൾ ഇപ്പോൾ ഇല്ലാത്തൊരു ലോകത്തുമാണ്. കണ്ടന്റ് ഉണ്ടാക്കി വൈറലായിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാം എന്ന് കരുതിയ ഷിഞ്ചിതയ്ക്ക് കിട്ടിയത് 14 ദിവസത്തെ ഒരു ഫ്രീ ജയിൽ ടൂർ പാക്കേജാണ്. എന്നെ വൈറലാക്കിയ എല്ലാ മലയാളികൾക്കും നന്ദി. ഞാൻ ഇതിലും ശക്തമായി തിരിച്ചു വരും. ജാമ്യം കിട്ടുമെന്ന് കരുതി പുള്ളിക്കാര് റെഡി ആയതാണ് പോകാൻ. പക്ഷെ കോടതി പറഞ്ഞു, മോളെ ഇത്രയും പെട്ടെന്ന് പോയാൽ എന്താണ്, കുറച്ചു ദിവസം അവിടെ ഇരുന്ന് ആ പരിപ്പ് കറിയോ ചപ്പാത്തിയോ ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുള്ളത്. നിങ്ങൾ എല്ലാവരും അറിയണം ശരിക്കും എങ്ങനെയാ ഈ സൈക്കോപാത്ത് ഉണ്ടാവുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ട് ഉൾക്ക പതിച്ചിട്ടാണ് ഇതുണ്ടായതെന്നാണ് ആളുകൾ പറയുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഇന്നാണ് ഏറ്റവും മഹത്വമുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ സന്തോഷം നാളത്തേക്കാൾ ഊർജ്ജസ്വലമാക്കണം. എന്നിട്ട് ഈ ഞാനും അടക്കം വീട്ടിൽ മാത്രം ഇരുന്നാ മതി എന്നല്ലേ? അത് ശരിയല്ലല്ലോ. എങ്ങനെ ഈ സ്ത്രീകൾക്ക് അഹങ്കാരം, ഈ തരത്തിലുള്ള അഹങ്കാരം ഒരു അലങ്കാരം തന്നെയല്ലേ? റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരിവുള്ള ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ്, ഒരു കുടുംബം നാനാവിധമാക്കിയതാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഷിഞ്ചിത ജയിലിലെ ആകെ തളർന്നിരിക്കുകയാണ്. മകളെ കാണണം, മീൻകറി വേണം എന്നൊക്കെ പറഞ്ഞ് വലിയ കരച്ചിലാണത്രേ. സത്യം പറഞ്ഞാൽ ഈ വാർത്ത കേൾക്കുമ്പോൾ ആ പഴയ വീഡിയോ ആണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ നാടിന്റെ മഴയും ആ മണ്ണിന്റെ മണവും ഉമ്മാന്റെ ചോറും അതൊന്നും ഇവിടെ ഇല്ലാലല്ലേ. അന്ന് ദീപകിന്റെ ബാക്കിൽ പോയി നിന്ന് എടാ ഞരമ്പ് രോഗി എന്ന് വിളിക്കുമ്പോൾ അന്ന് കാണിച്ച ആ ഒരു കോൺഫിഡൻസ് അതൊക്കെ ഇപ്പൊ എവിടെ പോയി? കണ്ടന്റ് അടിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ വരുമെന്ന് ചിന്തിക്കണമായിരുന്നു അല്ലേ? എന്നാൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാത്തത് ഭാഗ്യം, അല്ലെങ്കിൽ സിറ്റുവേഷൻ ഇതിലും വലിയൊരു കോമഡി ആയേനെ. ഇപ്പോൾ ജയിലിൽ പൂന്തോട്ടം നനയ്ക്കലും ചപ്പാത്തി പരത്തലുമാണ് പുള്ളിക്കാരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഞാൻ ഷിംജിത, നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. ഇപ്പൊ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യാണ്. 10 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ബെൻസ് കാർ വാങ്ങാനുള്ളത് ഇവിടുന്ന് കിട്ടുന്ന കേട്ടത്. മുമ്പ് എനിക്ക് 400 ആയിരുന്നു സാലറി. ഇപ്പൊ 650 ദിവസ കൂലിയായി ഇവിടുന്ന് കിട്ടുന്നുണ്ട്. 3 നേരവും നല്ല ഫുഡും. ഞാൻ ഇപ്പോഴും ഹാപ്പിയാണ്. ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ്. തെറ്റ് ചെയ്തവർക്കാണ് പരിഗണന. 10 വർഷം എന്നുള്ളത് 20 വർഷമായ മതിയിരുന്നു. നല്ല വരുമാനമാണ് ഇവിടെ. തെറ്റ് ചെയ്തവർക്കുള്ള ഒരു പ്രൊമോഷനാണ് ജയില്. അടുത്തൊരു വീഡിയോ ഇതിനെ കുറിച്ച് ഇടാൻ പറ്റിയാൽ ഷിഞ്ചിത വളരെ ഹാപ്പി ആകും. വെൽക്കം ടു ഡേ 2 സെൻട്രൽ ജയിൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജയിലിലെ താമസ സൗകര്യങ്ങളെ കുറിച്ചാണ്. വെറുതെ ഇരുന്ന് സമയം കളയണ്ട. എന്റെ ഡ്രസ്സ് അലക്കി കഴിഞ്ഞാൽ ശുചിമുറി കഴുകണം. ഇതിനിടയിലാണ് നമ്മുടെ ചെകുത്താന്റെ വക ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. പുള്ളി CCTV ദൃശ്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു വലിയ രഹസ്യം കണ്ടെത്തിയിട്ടുണ്ട്. ദീപക് ബാഗ് പിടിച്ചത് മുന്നിൽ നിന്ന പെണ്ണിനെ തട്ടാനാണത്രേ. ബാഗ് കൊണ്ട് മറച്ച് സിപ്പ് തുറന്നു എന്നൊക്കെയാണ് പുള്ളിയുടെ പുതിയ തിയറി. പ്രിയപ്പെട്ടവരെ നോക്കൂ, ബസ്സിലൊക്കെ കയറിയിരുന്ന് പെൺകുട്ടികളെ ഇങ്ങനെ സ്പർശിക്കുന്നവരുടെയോ അല്ലെങ്കിൽ അനുവാദമില്ലാതെ എന്തെങ്കിലും ചെയ്യുന്നവരോ സാധനം എടുത്ത് കാണിക്കുന്നവരുടെയൊക്കെ കയ്യിൽ ഒരു ബാഗ് കാണും. ബസ്സിനകത്ത് തട്ടാനും മുട്ടാനും കയറി പിടിക്കാനും നിൽക്കുന്നവരുടെ കയ്യിൽ ബാഗ് ഉണ്ടാകും. വാട്ട് ആൻ ഇൻഫർമേഷൻ! ഗ്രേറ്റ് സൈത്താനെ, അല്ല ചെകുത്താനെ, സൂപ്പർ. അങ്ങനെ ഒരു സംഭവം വീഡിയോ എടുത്തു. ഇവിടെ സർവ്വസാധാരണമായിട്ട് നടക്കുന്നത് പോലെ തന്നെ മാത്രമേ ചിന്ത ചെയ്തിട്ടുള്ളൂ, കൂടുതൽ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. ഓ, എന്താ ചേട്ടന്റെ കരുതലല്ലേ ഷിഞ്ചിതയോട് അണ്ണാ. അങ്ങനെയുള്ള വീഡിയോ എടുത്ത് എല്ലാവരും അടുത്ത് നെക്കോ തട്ടോ മുട്ടോ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യലാണ് പരിപാടി. എനിക്ക് തോന്നുന്നത് ഞായറാഴ്ച ഇട്ട വീഡിയോ ആണ്. ശനിയാഴ്ച രാത്രി നല്ല വിത്തായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് കെട്ടൊന്നും അങ്ങ് ഇറങ്ങി പോയിട്ടില്ല. ഇനി എന്തോ തലേന്ന് അടിച്ചെന്ന് അവന് മാത്രമേ അറിയൂ. കൂടാതെ അദ്ദേഹം നല്ല ജദോസുണ്ട്. സർവ്വസാധാരണ ചെയ്യുന്ന കാര്യം മാത്രമേ ചിന്ത ചെയ്തിട്ടുള്ളൂ, അല്ലാതെ അതിനകത്ത് ആത്മഹത്യ പറയാനൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇല്ല ഒന്നുമില്ല, നിനക്ക് തോന്നൂല. നിന്റെ സ്വന്തം അല്ലേ ഷിന്ദു. അയാൾ തട്ടിയിട്ടുണ്ട്. 1 2 പെണ്ണുങ്ങൾ അതേ ബസ്സിൽ ആ ഒരു വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. ആ ചെകുത്താൻ ആ പയ്യന്നൂർ ബസ്സിൽ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം കണ്ടതുപോലെ CCTV എടുത്ത് പതിച്ചു വെച്ച പോലെയാണ് ആര് പറയുന്നത്. ചെകുത്താൻ ഉണ്ടായിരുന്ന ആ ബസ്സിൽ. പക്ഷേ ചെകുത്താൻ അന്ന് ടിക്കറ്റ് എടുത്തിട്ടില്ല. കള്ളവണ്ടി കയറി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ എത്തുകയും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കും 5 പൈസ മുടക്കാതെ അവിടെ നിന്ന് ക്യാമറ കണ്ണുമായി ഇങ്ങനെ നോക്കി ആ 2 കുട്ടികളെ ദീപക് തട്ടുന്നുണ്ടല്ലോ. ഇതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഷിഞ്ചിതയോടൊപ്പം അദ്ദേഹം ഷിഞ്ചിതയുടെ വടകരയോട് വീട്ടിലേക്ക് പോകുന്നത്. എന്നിട്ട് ഈ സംഭവം കഴിഞ്ഞ് 2.5 മണിക്കൂറിന് ശേഷം ഇവർ ഒന്നിച്ചാണ് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നത്. എന്താല്ലേ ഇവർ രണ്ടുപേരും രണ്ടല്ല ഒന്നാണ്. ഈ ബാഗ് പൊക്കുന്ന ഇങ്ങനെ പൊക്കുന്ന ബാഗിൽ കൈ ഇവിടെ പോകുന്നത് ഇങ്ങനെയാണ് പൊക്കുന്നത്. ആ ബാഗ് ഇങ്ങനെ പൊക്കാൻ പറ്റൂലോ. ബാഗ് പൊക്കേണ്ടത് ഇങ്ങനെയാണ് പോലും. ഇങ്ങനെ ബാഗ് പൊക്കിക്കൂടെ പോലും. അല്ലാന്ന് എന്ത് വികടനല്ലേ മരവികടൻ. ഒരാൾ കൈ ഇങ്ങനെ പൊക്കുമ്പോ ആടെ പോയിട്ട് ഓളിങ്ങനെ ഒരക്കം തല്ലിട്ടായി. നമ്മളെല്ലാം കണ്ട അതാണ്. ഇവനെങ്ങനെ ഈ പൊക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അങ്ങോട്ട് പോയി ഒരച്ചതാന്ന് കാണുന്നത്. സത്യം ഇവൻ കള്ളവണ്ടി കയറി ആ ബസ്സിൽ തന്നെ ഉണ്ടായവനാ. അല്ലെങ്കിൽ ഇവനിങ്ങനെ പറയാൻ പറ്റൂല. ഇത് ഇങ്ങനെയാണല്ലോ പൊക്കിയത്. നമ്മളാരും കണ്ടില്ല ഇങ്ങനെ പൊക്കുന്നത്. ഇങ്ങനെ പൊക്കിക്കൂടെ പോലും. ഇങ്ങനെ പൊക്കോടെ പോലും. ഇങ്ങനെ
കാര്യത്തിന് ഏത് കാര്യത്തിനും പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റീച്ച് കിട്ടും. അത് ശരിയായതുകൊണ്ടായിരിക്കും റീച്ച് കിട്ടുന്നത്. റീച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഞാനിപ്പോൾ ദീപകിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തു. ദീപകിനെ കുറിച്ചല്ല അതിന് മുമ്പേ കുറെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഹൈ റീച്ച് ആണ്. 20 ലക്ഷം 30 ലക്ഷം 40 ലക്ഷം 50 ലക്ഷം ആൾക്കാരൊക്കെയാണ് എന്റെ വീഡിയോ കാണുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. എതിരഭിപ്രായമുള്ളവരുണ്ടാവും. എതിരഭിപ്രായം കൂടെ വരുമ്പോഴാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഹൈ റീച്ചിലേക്ക് പോകുന്നത് കേട്ടോ. അല്ലാതെ ശരിയായതുകൊണ്ട് മാത്രം റീച്ചിലേക്ക് പോകണമെന്നില്ല. ചിലർക്ക് വളരെ കാണാൻ കിട്ടും, ചിലർ ചുമ്മാ പ്യാൻ കാണാൻ റീച്ച് കിട്ടും. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചേക്ക് ചെയ്താലേ നീ തൊട്ട് മുമ്പേ പറഞ്ഞു സത്യമായോണ്ട് റീച്ച് കിട്ടിയെന്ന്. ഇപ്പൊ അത് മാറ്റി പറയാൻ തുടങ്ങി. ഏതെങ്കിലും ഒന്നിൽ ഒരു തോണിയിൽ ഷിഞ്ചിതയും വെച്ചത് കാല് 2 തോണിയില്ല. നിങ്ങളും ഷിഞ്ചിതയും ഡിറ്റോ ആണല്ലോ. ഡിറ്റോ ഇരട്ടകളാ. ഷിഞ്ചിതത്തിന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അയാൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു മാറ്റമില്ല, അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾ മരിച്ച് പോയതുകൊണ്ടാണ് എനിക്ക് അവരുടെ അമ്മനെ അച്ഛനെ ഓർത്തിട്ടാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തത്. ഇപ്പോഴും എന്തിനാണ് കൂടുതൽ വിഷമിക്കുന്നത്? ദീപകിന്റെ ആത്മഹത്യയിലാണോ അതോ ഷിഞ്ചിത ജയിലിലാണോ? മരണം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ആദ്യമായിട്ട് നടക്കുന്നല്ല. ഐശ്വര്യലക്ഷ്മി എന്ന വ്യക്തി കുറെ കൂടി ശരിപക്ഷത്താണോ അല്ലെങ്കിൽ സ്ത്രീപക്ഷത്താണോ? ശരിപക്ഷത്താണ്. ഒപ്പം ഇരിക്കുന്ന ഒരാൾ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് യോജിക്കാൻ പറ്റാത്തതാണെങ്കിൽ ആ വ്യക്തി ഇവിടെ എതിർപ്പ് പ്രകടിപ്പിക്കില്ലേ? സത്യം പറഞ്ഞാൽ ചെകുത്താന്റെ ഈ ഒരു ബാഗ് തിയറി കേട്ട് പകുതി പേര് ചിരിച്ചു മരിക്കുകയാണ്. ഇനി മുതൽ ബസ്സിൽ പോകുമ്പോൾ ബാഗ് നെഞ്ചിനോട് ചേർത്ത് വെച്ച അതിന് ശല്യപ്പെടുത്തലാണെന്ന് പറയുമോ എന്തോ. എന്തായാലും ഓരോരുത്തരുടെ ഒരു ഭാവനയെ ചെകുത്താൻ പറയുന്നത് ശരിയാണെങ്കിൽ ഷിഞ്ചിത ഒരു രക്ഷകയാണല്ലേ. പക്ഷെ ആര് രക്ഷിച്ചു? രക്ഷിക്കപ്പെട്ട ആ പെൺകുട്ടി എവിടെ? അതുമാത്രമല്ല, ആ പെൺകുട്ടിയുടെ പരാതിയും കിട്ടിയിട്ടില്ല കേട്ടോ. ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ ആ പെൺകുട്ടിയുടെ ഒരു പരാതിയും വന്നിട്ടില്ല. അവൾ ഇക്കാര്യം പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഷിഞ്ചിതയ്ക്ക് കണ്ടന്റ് കിട്ടി, ദീപകിന് ജീവിതവും പോയി. അതാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നടന്നാൽ ആദ്യം വരുന്നത് പോലീസല്ല, ക്യാമറയും തൂക്കി കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ഷിഞ്ചിതയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധവും അത് തന്നെയാണ്. ആ പയ്യൻ തെറ്റ് ചെയ്യുന്നു എന്ന് തോന്നിയാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പോലീസിനെ വിളിക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ള യാത്രക്കാരോട് പറയണം. അതിന് പകരം ഞാൻ പ്രതികരിക്കുന്ന പെണ്ണാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ലൈവ് ഇട്ടതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിനയായത്. ഇതിനെയാണ് പറയുക അടുപ്പിൽ വെച്ചത് ആന വായിക്കും കിട്ടിയില്ല എന്നുള്ളത്. എന്തായാലും വൈറലായോ എന്ന് ചോദിച്ചാൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ വരെ ചെകുത്താന്റെ ഈ കണ്ടുപിടുത്തം ചർച്ചയായി മാറി. ഷിഞ്ചിതയെ പിന്തുണയ്ക്കാൻ കുറെ വാട കേസുകളും കൂടെയുണ്ട്. പക്ഷെ കോടതിക്ക് ഇതൊക്കെ പുല്ലാണ് കേട്ടോ. എന്തായാലും സീൻ കോൺട്രയാണ് സുഹൃത്തുക്കളെ. ഷിഞ്ചിതയുടെ ജാമ്യം ഇനിയും നീളും. ദീപകിന്റെ മരണം ഒരു വലിയ ആഘാതം തന്നെയാണ്. അതിന്റെ മറുപടി പറയാൻ പുള്ളിക്കാരി ഒന്ന് വിയർക്കും. അപ്പൊ കൂട്ടുകാരെ, ദീപക് ഷിഞ്ചിത കേസ് എന്ന് പറയുന്നത് വെറും ഒരു വൈറൽ വീഡിയോ വിവാദമായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ല. ഇതിൽ ചില വലിയ സാമൂഹിക പാഠങ്ങളുണ്ട്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണ് ഒരു ആയുധമാണ്. പക്ഷെ അത് ആർക്കെതിരെ എപ്പോൾ പ്രയോഗിക്കണം എന്നുള്ള കാര്യത്തില് നമുക്കൊരു ധാരണയുമില്ല. ഷിഞ്ചിത ചെയ്തതുപോലെ ഒരാളെ പരസ്യമായിട്ട് വിചാരണ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ലിഞ്ചിങ് പലപ്പോഴും നീതിയല്ല, മറിച്ച് അതൊരു ആക്രമമാണ്. നിയമം കയ്യിലെടുക്കാനും ഒരാളെ മരണത്തിലേക്ക് തള്ളിവിടാനും ആർക്കും അവകാശമില്ല. ലൈക്കും ഷെയറും കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയിലേക്ക് ബ്ലോഗർമാർ മാറുന്നുണ്ടോ? ഷിഞ്ചിതയുടെ ഉദ്ദേശം ശുദ്ധമായിരുന്നോ അതോ തന്റെ പേജ് വൈറലാക്കാനുള്ള ഒരു ശ്രമമായിരുന്നോ? ചെകുത്താൻ പറയുന്നത് പോലെ ദീപകിന്റെ ബാഗ് ചലനങ്ങൾ സംശയാസ്പദമാണെങ്കിൽ പോലും അത് കൈകാര്യം ചെയ്യേണ്ട രീതി ഇതല്ലായിരുന്നു. ഒരു വ്യക്തിയുടെ മാനം എന്നത് പറയുന്നത് അയാളുടെ ജീവനോളം വലുതാണ് എന്ന് നാം എപ്പോഴും ഓർക്കണം. പ്രതികരിക്കണം, അത് അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടുമ്പോൾ. പക്ഷെ പ്രതികരിക്കേണ്ടത് കൃത്യമായിട്ട് തെളിവുകളോടുകൂടി തന്നെയാണ്, നിയമപരമായ മാർഗങ്ങളുടെ ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ്. ദീപക് ഒരു കുറ്റവാളിയാണോ അതോ ഇരയാണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അത് ഒരിക്കലും സോഷ്യൽ മീഡിയ കമന്റുകളല്ല. ഷിഞ്ചിതയ്ക്ക് ജാമ്യം ലഭിക്കാത്തതും അവർ നിയമക്കുരുക്കിൽ അകപ്പെട്ടതും വരും കാലത്തെ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ്. എന്തായാലും സത്യം എപ്പോഴും ജയിക്കട്ടെ. ദീപകിന്റെ കുടുംബത്തിന്റെ വേദനയ്ക്കും ഷിഞ്ചിതയുടെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും കാരണം ആ ഒരൊറ്റ വീഡിയോ ആണ് കേട്ടോ. പ്രതികരിക്കുക, പക്ഷെ വിവേകത്തോടെ വേണം അത് പ്രതികരിക്കാൻ. മറ്റൊരാളുടെ ജീവിതം കൊണ്ട് പന്താടാതിരിക്കാൻ നമുക്ക് എപ്പോഴും ശ്രമിക്കണം. ഈ വിഷയത്തിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള നിലപാട് എന്താണ്? ദീപകിന്റെ ബാഗ് തിയറിയിൽ വിശ്വസിക്കുന്നുണ്ടോ അതോ ഷിഞ്ചിത കാണിച്ചത് ക്രൂരതയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ മാന്യമായിട്ടുള്ള ഭാഷയിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.